നമസ്കാരം. ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി ക്ലൈമാക്സിലേക്ക് അടുക്കവേ ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയാണ്. വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ വളരെയധികം തന്ത്രശാലിയായ ക്യാപ്റ്റനായി വിശേഷിക്കപ്പെടുന്ന അദ്ദേഹം പക്ഷെ ടെസ്റ്റിൽ കിളിപോയ നായകനായാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. മെൽബണിൽ നടക്കുന്ന 4ാം ടെസ്റ്റിന്റെ 4ാം ദിനവും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. പതിവ് പോലെ ഈ ടെസ്റ്റിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം മണ്ടത്തരങ്ങൾ കാണിച്ചു. ഇതേ തുടർന്ന് വൈസ് ക്യാപ്റ്റനായ ജസ്പ്രീത് ബുംറയെ സ്ഥിരം നായകനാക്കിയേക്കാം എന്ന ആവശ്യവും സോഷ്യൽ മീഡിയയിൽ ശക്തമായിരിക്കുകയാണ്. പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ജസ്പ്രീത് ബുംറയാണ് ടീമിനെ നയിച്ചത്. ഗംഭീര ക്യാപ്റ്റൻസിയിലൂടെ അദ്ദേഹം ഏറെ കയ്യടിയും ഏറ്റുവാങ്ങിയിരുന്നു. 295 റൺസിന്റെ വൻ വിജയമാണ് ഈ മത്സരത്തിൽ ഇന്ത്യ സ്വന്തമാക്കിയത്. എന്നാൽ 2ാം ടെസ്റ്റിൽ രോഹിത് ടീമിൽ തിരിച്ചെത്തിയതോടെ നായക സ്ഥാനവും അദ്ദേഹം തിരികെ ഏറ്റെടുക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ടെസ്റ്റിലും രോഹിത്തിന്റെ ക്യാപ്റ്റൻസി ചോദ്യം ചെയ്യപ്പെടുകയും പലരും വിമർശിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ബൗളിംഗ് റൊട്ടേഷനുകളിലും റിവ്യൂ എടുക്കുന്നതിലുമെല്ലാം അദ്ദേഹം പിഴവുകൾ വരുത്തി. മെൽബണിലെ 4ാം ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിലും രോഹിത് സമാനമായ പിഴവുകൾ തന്നെയാണ് ആവർത്തിച്ചത്. കളി തുടങ്ങി 4ാമത്തെ ഓവറിൽ തന്നെ രോഹിത് വിലപ്പെട്ട ഒരു റിവ്യൂ പാഴാക്കിയിരുന്നു. ഉസ്മാൻ ഖവാജയ്ക്കെതിരെയുള്ള മുഹമ്മദ് സിറാജിന്റെ LBW അപ്പീൽ തള്ളപ്പെട്ടപ്പോൾ രോഹിത് റിവ്യൂ എടുക്കുകയായിരുന്നു. എന്നാൽ ബോൾ ട്രാക്കിംഗിൽ വിക്കറ്റുകളിൽ കൊള്ളില്ലെന്ന് വ്യക്തമായതോടെ 3rd അമ്പയർ ഇത് തള്ളുകയും ചെയ്തു. 3ാമത്തെ സെഷനിൽ വീണ്ടും ഒരു റിവ്യൂ കൂടി രോഹിത്തിന്റെ അബദ്ധം കാരണം ഇന്ത്യക്ക് നഷ്ടമായി. ഇത്തവണ സ്റ്റീവ് സ്മിത്തിനെതിരെ ആകാശ് ദീപിന്റെ LBW അപ്പീൽ തള്ളിയതോടെയാണ് രോഹിത് റിവ്യൂ എടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ബോൾ ലെഗ് സൈഡിലൂടെ വിക്കറ്റിൽ പതിക്കാതെ പോകുമെന്ന് തെളിഞ്ഞതോടെ അതും 3rd അമ്പയർ തള്ളുകയായിരുന്നു. റിവ്യൂ എടുക്കുന്ന കാര്യത്തിൽ രോഹിത് കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ്. സാധാരണയായി T20 ഏകദിന മത്സരങ്ങളിൽ അദ്ദേഹം ഈ തരത്തിലുള്ള പിഴവുകൾ അധികം വരുത്താറില്ല. എന്നാൽ ടെസ്റ്റിൽ രോഹിത്തിന് റിവ്യൂ എടുക്കുമ്പോൾ പലപ്പോഴും പാളുന്നതായി കാണാനുണ്ട്. ഓസ്ട്രേലിയയുടെ യുവ ഓപ്പണർ സാം കോൺസ്റ്റാസ് ആദ്യ സെഷനിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ അടക്കമുള്ള ഇന്ത്യയുടെ ബൗളിംഗ് നിരയെ തല്ലിച്ചതച്ചപ്പോൾ തീർത്തും നിസ്സഹനായ ക്യാപ്റ്റനായാണ് രോഹിത് ശർമ്മ മൈതാനത്ത് കാണപ്പെട്ടത്. കന്നി ടെസ്റ്റ് കളിക്കുന്ന ഈ 19-കാരനെ എങ്ങനെ പിടിച്ചു നിർത്താമെന്ന ക്ലൂ പോലും അദ്ദേഹത്തിനില്ലായിരുന്നു. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ ബുംറയ്ക്കെതിരെ കോൺസ്റ്റാസ് റിവേഴ്സ് സ്വീപ്പ് ഷോട്ടുകൾക്ക് തുനിയുന്നതായി കണ്ടിരുന്നു. 3 തവണയാണ് ഈ തരത്തിലുള്ള റിസ്കി ഷോട്ടുകൾ താരം കളിച്ചത്. പക്ഷേ ഇത് മനസ്സിലാക്കി ബൗണ്ടറി ലൈനിനരികിൽ ഒരു ഫീൽഡറെ നിർത്തി കോൺസ്റ്റാസിനെ വീഴ്ത്താനുള്ള തന്ത്രം രോഹിത് സ്ഥിരീകരിച്ചില്ല. 3ാമത്തെ സ്വീപ്പ് ഷോട്ടിന് ശേഷമാണ് ഒരു ഫീൽഡറെ ഈ പൊസിഷനിൽ പരീക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു ഫീൽഡറെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നേരത്തെ തന്നെ കോൺസ്റ്റാസിനെ ഇന്ത്യക്ക് മടക്കാനും കഴിഞ്ഞേനെ. 65 ബോളിൽ 6 4ഉം 2 സിക്സറുകളും അടക്കം 60 റൺസ് അടിച്ചെടുത്താണ് താരം പുറത്തായത്. ബൗളിംഗ് റൊട്ടേഷന്റെ കാര്യത്തിലും രോഹിത് ശർമ്മ അത്ര അഗ്രസീവായിട്ടല്ല ഈ ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിൽ കാണപ്പെട്ടത്. വിക്കറ്റുകൾ എടുക്കാൻ ശേഷിയുള്ള ഇടം കയ്യൻ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറിനെ വളരെ വൈകിയാണ് അദ്ദേഹം പന്തെറിയാൻ വിളിച്ചത്. ആദ്യ 2 സെഷനിലും വാശിക്ക് ഒരു ഓവർ പോലും രോഹിത് നൽകാതിരുന്നത് വലിയ മണ്ടത്തരം തന്നെയാണ്. ഉസ്മാൻ ഖവാജയ്ക്കെതിരെ ഓഫ് സ്പിന്നറായ വാഷിംഗ്ടൺ നല്ലൊരു ഓപ്ഷനായിരുന്നു. എന്നാൽ രവീന്ദ്ര ജഡേജയെയും തന്റെ പേസർമാരെയുമാണ് രോഹിത് മാറി മാറി പരീക്ഷിച്ചത്. ഇതോടെ ഖവാജ 50യും കണ്ടെത്തി. 57 റൺസ് നേടിയാണ് താരം പുറത്തായത്.